ആ എന്താടാ അബി? അബി നിന്നെ കൊല്ലൂടെ പട്ടി ഞാൻ ഇന്ന്. എന്റെ പൊന്നു എങ്ങനെ കൈയെടുത്ത് ഇവനെ ഞാൻ കൊല്ലും. എന്റെ പൊന്നു കൊന്നു പറഞ്ഞിട്ട് കൊല്ല്. ഇവന്റെ സ്വയം ചികിത്സ മതിയാവാതെ ഇപ്പൊ നാട്ടുകാരും ചികിത്സ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, ആരെങ്കിലും മരിച്ച ചാകൂന്ന തോന്നുന്നു. വലിവ് കാരണം ആശുപത്രി പോകുന്ന എന്റെ അമ്മായി അച്ഛനെ ഏത് ഗ്യാസിന്റെ ഗുളികയും യൂക്കാലി തൈലം കൊടുത്ത് വിട്ടുവൻ. ഇപ്പൊ അങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ ICU. അതെ, ചേട്ടൻ ഇത് ആരോടും പറയത്തില്ലല്ലോ അല്ലേ? നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അയ്യോ, ഞാനായിട്ട് പറയണ്ട. ബോധം വരുമ്പോ അങ്ങേര് ആ ഊ ഈ അക്ഷരം കൂട്ടി അവന്റെ പേര് പറയുന്നുണ്ട്. എടാ നീ എന്തോ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി എന്നൊക്കെ അങ്ങേര് പറയുന്നത്. ഭാഗം വെക്കുന്നതിന് മുന്നേ എങ്ങാനും അങ്ങനെ തട്ടിപ്പോയുണ്ടല്ലോ. ഷീബയ്ക്ക് 4 ആങ്ങളമാരാ. 4 പേര് 4 ദിവസം വെച്ച് 4 നേരം അടിച്ച എന്റെ 16 അടിയന്തരം നടത്തേണ്ടി വരും. ഹനുവിനെ ഞാൻ നാട് വിട്ടു പോകും. എടാ നിന്നെ എന്തായാലും അവന്മാരെ തല്ലിക്കൊല്ലും. ഞാൻ എന്തിനാണ് ഇതിനൊക്കെ സാക്ഷി പറയുന്നത്? അത് മാത്രമല്ല, ആ തെണ്ടി നിന്റെ സുഹൃത്തല്ലടാ എന്ന് പറഞ്ഞാൽ ആ തെണ്ടികൾ എന്നെയും കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഞാനായിട്ട് എന്തിനാ എന്റെ ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ വാങ്ങി കൊടുക്കുന്നത്? എടാ പുള്ളി വെറുതെ ആശുപത്രിയിൽ ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്റെ പൊന്ന് ജയേഷേ, ഞാൻ ഈ ഫീൽഡിൽ കുറച്ചു കാലം നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നേ. നീ ഈ ബോധമില്ലാതെ കണ്ട മരുന്നൊന്നും വാങ്ങി കഴിക്കരുത്. ശരിയാണ്, എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ നീ അങ്ങനെയാണോ? ഉടനെ പോകും മെഡിക്കൽ സ്റ്റോറിൽ, എന്നിട്ട് കണ്ട എല്ലാ മരുന്നും വാങ്ങി കഴിക്കും. ഇതൊക്കെ എന്ത് ഡേഞ്ചറാണ്. ജയശേട്ടാ, നമ്മുടെ നാട്ടിലുള്ള പല മരുന്നും വിദേശത്ത് ബാൻ ചെയ്തേക്കുന്നതെന്ന് അറിയോ? ഇവിടെ പുതിയ മരുന്ന് ഇറക്കാൻ വേണ്ടി എന്തോരം സ്കാമാ നടക്കുന്നതെന്ന് അറിയോ? ഇനി നിനക്ക് ഞങ്ങൾ പറയുന്ന ഒന്നും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഡിസംബർ 19 തൊട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഫാർമ എന്നൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. നീ അതിലൊന്ന് കാണും. നിവിൻ പോളിയൊക്കെയാണ് ലീഡ്. ഇതിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിലൊന്ന് കാണും. നിവിൻ പോളിയാണല്ലേ? നമുക്ക് കാണാല്ലേ? നമ്മൾ കാണും. ഈശ്വര അങ്ങനെ ചത്തം തോന്നുന്നു. ഞാൻ നാലോട്ട് നോക്കിക്ക്.